ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് PM കിസാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ. അതായത് PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരുപാട് അപ്ഡേഷൻ നടപടികൾ 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി eKYC ചെയ്യാനുള്ള ഓപ്ഷൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. വെബ്സൈറ്റിലെ സാങ്കേതികമായ മാറ്റങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഈ ഓപ്ഷൻ തിരികെ വരുന്നതാണ്. 22ാമത്തെ ഗഡു വിതരണത്തിൻ്റെ മുന്നോടിയായി സിസ്റ്റം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതുപോലെ eKYC നടത്താത്തവരും നേരത്തെ eKYC നടത്തിയവരിൽ ഇപ്പോൾ വീണ്ടും ബയോമെട്രിക് eKYC ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളവരും വെബ്സൈറ്റിൽ eKYC ഓപ്ഷൻ തിരികെ വന്നോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. eKYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ. pmkisan.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റർ ഫാർമർ എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയാൽ സ്റ്റാറ്റസ് അറിയുവാൻ കഴിയും. ഇതുവരെ eKYC നടത്താത്തവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ആപ്പിൽ eKYC സ്റ്റാറ്റസ് നോക്കുമ്പോൾ നോ എന്നാണെങ്കിൽ eKYCയിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ സമർപ്പിക്കുക. തുടർന്ന് ഫേസ് സ്കാനിങ്ങിനുള്ള അനുമതി നൽകണം. ഫേസ് സ്കാനിങ് വിജയകരമായി നടന്നാൽ eKYC പൂർത്തിയാകും. എന്നിരുന്നാലും ഇതിൻ്റെ സ്റ്റാറ്റസ് 24 മണിക്കൂറിന് ശേഷമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ PM കിസാൻ്റെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ 22ാമത്തെ ഗഡു ആയ 2000 രൂപ എത്തുന്നതായിരിക്കും. അതിനു മുമ്പായി തന്നെ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണെന്നും സ്റ്റാറ്റസിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഉറപ്പുവരുത്തണം. ആധാറുമായി ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെടാത്തതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആയിരിക്കേണ്ടതാണ്. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതും അത്യാവശ്യമാണ്. റവന്യൂ രേഖകളിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് PM കിസാൻ പോർട്ടലിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളുമായി കൃത്യമായി പൊരുത്തമുള്ളവയായിരിക്കണം. പൊരുത്തക്കേടുള്ളവ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുമെന്നതിനാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ കർഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM കിസാൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വെബ്സൈറ്റിൽ ഫാർമർ റെക്കോർഡിൽ നോ ഫൗണ്ട് എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആകാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഡാറ്റാബേസിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്ത വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാതല കൃഷി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അപ്രൂവൽ നൽകാത്തതും ഇതിനൊരു കാരണമാണ്. കൂടാതെ ആധാർ കാർഡിലെ വിവരങ്ങളും അപേക്ഷയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സിസ്റ്റം നിങ്ങളെ റെക്കോർഡുകൾ തിരിച്ചറിയാതെ വന്നേക്കാം. അതിനാൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ എന്ന ലിങ്ക് വഴി അപേക്ഷയുടെ നിലവിലെ സ്ഥിതി ഇടയ്ക്ക് പരിശോധിക്കുകയും എന്തെങ്കിലും കറക്ഷൻസുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ കൃഷിഭവൻ വഴിയോ തിരുത്തി അപ്രൂവൽ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്രൂവൽ ലഭിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തുക തടസ്സമില്ലാതെ ലഭിക്കാൻ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ എന്നും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും ഗുണഭോക്താക്കൾ ഉറപ്പ് വരുത്തുമല്ലോ.